കേരളത്തിൽ എയിംസ് എവിടെ വേണം എന്നത് എല്ലാവർക്കും, എല്ലാ ജില്ലക്കാർക്കും ഞങ്ങളുടെ നാട്ടിൽ എയിംസ് ഉണ്ടെങ്കിൽ നല്ലത് എന്ന ആഗ്രഹം സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ സുരേഷ് ഗോപി, അദ്ദേഹം കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് കൂടി അദ്ദേഹം പറയുന്നു ആലപ്പുഴയ്ക്കാണ് വേണ്ടത്, ആലപ്പുഴയിൽ കൊണ്ടുവരാനാണ് തൻ്റെ താല്പര്യം. പക്ഷേ ബി ജെ പിയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേട്ടു. കാസർഗോഡുകാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണം, തിരുവനന്തപുരംകാർ പറയുന്നു ഞങ്ങൾക്ക് വേണം. അപ്പം അതിനെ ഈ സുരേഷ് ഗോപിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് കെ.സി. വേണുഗോപാൽ വരുന്നു. അദ്ദേഹം പറയുന്നു വളരെ നല്ല കാര്യമാണെന്ന്. പക്ഷേ വി മുരളീധരൻ പറയുന്നു ബി ജെ പിയിലെ നേതാക്കളൊക്കെ പറയുന്ന അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്, അത് കേന്ദ്രമാണ് ഇക്കാര്യത്തിൽ തീരുമാനം. നമുക്ക് ആ വിവിധ പ്രതികരണങ്ങൾ കേട്ട ശേഷം യഥാർത്ഥത്തിൽ എയിംസ് വരുമോ, വന്നാൽ എവിടെ വരും നോക്കാം. അതൊക്കെ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ നിലപാടേ ഉള്ളൂ. 2016 പറഞ്ഞ അതേ നിലപാട്. ഞങ്ങൾക്ക് തർക്കിക്കേണ്ട വിഷയമല്ല, കാരണം ഞങ്ങളുടെ മുമ്പിൽ ചർച്ചയില്ലാത്തൊരു വിഷയമാണ്. എയിംസ് എവിടെ വേണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പിയോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. കാരണം ബി ജെ പി രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട തീരുമാനമല്ല. ഈ തീരുമാനം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയാണ് എടുക്കേണ്ടത്. അല്ല, അതൊരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ്, സുരേഷ് ഗോപിയുടെ അല്ല. ഒരു കേന്ദ്രമന്ത്രി, നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ് ആലപ്പുഴയിൽ എയിംസ് വേണം. അപ്പോൾ അത് സ്വാഗതാർഹമായ കാര്യമാണെന്ന് ആലപ്പുഴയുടെ ജനപ്രതിനിധിയുടെ MP എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞു. കാരണം കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് കേരളത്തിനൊരു എയിംസിന് വേണ്ടി കേരളം കരഞ്ഞു കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പ്രതികരണങ്ങൾ. എന്തായാലും എയിംസ് വളരെ വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്നുണ്ട്. ഇനി അത് എവിടെ വരണം എന്നതാണ്, ഇതിനൊക്കെ തീരുമാനം വരാനിരിക്കുന്നു. പ്രശാന്ത് അനന്തകൃഷ്ണനുണ്ട്. പ്രശാന്താണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ബി ജെ പിയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ എയിംസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായി പറയുന്നത്. സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഒരു ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഇതെന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഇതിൽ ദിവിഷ്, ഈ ഇനിയും കേന്ദ്രം നൽകാത്ത അല്ലെങ്കിൽ നൽകി എന്ന് പ്രഖ്യാപിക്കാത്ത എയിംസിന് വേണ്ടിയുള്ള ആകാശത്ത് നിൽക്കുന്നുള്ളൂ, താഴേക്ക് വന്നിട്ടില്ല. അതെ അതെ അതെ. കാരണം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കേൾക്കാറുണ്ട് എയിംസിനെ കുറിച്ച്, പിന്നെ ബജറ്റിന്റെ സമയത്ത് കേൾക്കാം. ഇത് ശരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രഖ്യാപിത പോളിസി, എല്ലാ സംസ്ഥാനങ്ങൾക്കും എയിംസ് അനുവദിക്കണമെന്നതാണ്. പക്ഷേ അത് മന്ത്രിസഭയുടെ തീരുമാനം മതി, അതിന് ബജറ്റൊന്നും വേണ്ട. ഇതിപ്പോൾ കേരളത്തിന് എവിടെയാണ് എയിംസ് തരാൻ പോകുന്നതെന്ന് കേന്ദ്രം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ സുരേഷ് ഗോപിയാണ് ഇതിന് ആദ്യ വെടി പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴയാണ് കേന്ദ്രം എയിംസ് അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എന്തിന് BJPയുടെ ഭാഗമായി രാജ്യസഭയിലെത്തിയ PT ഉഷ പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് വേണമെന്നാണ്, കിനാലൂർ വേണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, BJPക്കകത്ത് വലിയൊരു ആശയക്കുഴപ്പമായി. കാരണം സംസ്ഥാന നേതൃത്വം പറഞ്ഞത് എന്താണ്, കേരളത്തിൽ എവിടെയെങ്കിലും എയിംസ് കിട്ടിയാൽ മതി അവർക്ക്, അതിനപ്പുറത്തേക്കുള്ളൂ. അതായത് സുരേഷ് ഗോപിയുടെ നിലപാടിനെ അവർ പൂർണ്ണമായി തള്ളുകയാണ്. അപ്പോഴും സുരേഷ് ഗോപി പറഞ്ഞത് എന്താ, ഞാൻ ഈ രണ്ടിടത്ത് ആലപ്പുഴയിലോ തൃശ്ശൂരോ കിട്ടിയില്ലെങ്കിൽ ഞാൻ തമിഴ്നാട്ടിന് കൊടുക്കുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, തമിഴ്നാടിന് അപ്പോൾ 2 എയിംസ് ആണ്. 2019 പ്രധാനമന്ത്രി തന്നെ തറക്കല്ലിട്ടാണ് മധുര എയിംസിന്. അപ്പം തമിഴ്നാടിന് 2 എയിംസ് ആകാം എന്നാണ്. അത് ഈ MK സ്റ്റാലിനെ വലിയ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന BJP ആണ്, ഇവരെ MP ആണ് ഇവിടെ പറഞ്ഞത്, മഹേന്ദ്രമന്ത്രിയാണ് പറയുന്നത് തമിഴ്നാട്ടിന് എയിംസ് കൊടുക്കുന്നത്. ഇതിപ്പോൾ എന്ത് വന്നാലും BJPയിലെ ഓരോ ജില്ലാ നേതൃത്വങ്ങൾക്കും അവരവരുടെ സ്ഥലത്ത് എയിംസ് കിട്ടണം. അതിപ്പോൾ കോൺഗ്രസിനകത്തുള്ളവർക്കും ഉണ്ട്, അതാത് സ്ഥലത്ത് കിട്ടണമെന്നാണ്. എനിക്ക് തോന്നുന്നു ഈ പഞ്ചാബ് ഹൗസിലെ ഈ എൻ്റെ 3 ലക്ഷം രൂപ ഞാൻ ബാക്കി 25,000 രൂപ എപ്പോൾ കിട്ടും എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എയിംസ് ഇതുവരെ എവിടെ നൽകണമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടില്ല. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. കേന്ദ്രം അവരുടെ രാഷ്ട്രീയ നേട്ടവും എല്ലാം നോക്കിക്കൊണ്ട് മാത്രമേ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കൂ. ഇതൊരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വൈകാരികമായി, ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഒരു അഭിമാന പ്രശ്നം പോലെ ഇത് ആലപ്പുഴയിൽ വന്നാലേ ജനങ്ങൾക്ക് ഉപകാരപ്പെടൂ എന്ന് പറയുന്നു. മറ്റുള്ളവർ ഇവിടെ ഓരോ ജില്ലക്കാരും ആവശ്യം. ഇതിങ്ങനെ ഒരു വൈകാരിക പ്രശ്നമായി കാണുന്നതിലുപരി ഏത് നാടിനാണ് കൂടുതൽ ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടുക, അതൊക്കെ നോക്കിയിട്ടായിരിക്കും സ്വാഭാവികത അനുവദിക്കാൻ സാധ്യത. അപ്പോൾ ആ നിലയ്ക്കുള്ള ഇതാണോ, അതോ ഇങ്ങനെ ഒരു വൈകാരികത നിലനിർത്തുന്നതിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? ഉറപ്പായിട്ടും അത് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. കാരണം എയിംസ് കേരളത്തിന് അനുവദിക്കുകയാണെങ്കിൽ ഒരു എയിംസേ വരാൻ സാധ്യതയുള്ളൂ. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യമായതുകൊണ്ടാണ് ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കുന്നത്. അപ്പം നമുക്കറിയാം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാട് കേരളത്തിലുണ്ട്. പാലക്കാട് IIT വന്നപ്പം അടിയുണ്ടായോ? NIT കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് NIT ആക്കി. അതുപോലെ IIM കോഴിക്കോട് തന്നെയാണ് അനുവദിച്ചത്. അപ്പോൾ 2 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് അടിയുണ്ടായോ? ISR തിരുവനന്തപുരത്താണ്, അടിയുണ്ടായോ? ഇതിനുവേണ്ടി പിടിവലി ഉണ്ടായി? ഇല്ലല്ലോ. കാരണം അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എയിംസ് വരുമ്പോൾ അത് നമ്മുടെ ആരോഗ്യ മേഖലയെ നേരിട്ട് ബാധിക്കുന്നതാണ്. വലിയ മെച്ചപ്പെട്ട ചികിത്സാ രീതികൾ വരും. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും കുറച്ചും കൂടെ ആധുനികമായ ചികിത്സ ലഭ്യമാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അത് സൗകര്യം ചെയ്യും. അതുകൊണ്ടാണ് ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കുന്നത്. അതുകൊണ്ടാണ് എയിംസ് വരുന്നു, ഞങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്, അപ്പോൾ ഞങ്ങൾക്ക് വേണം എന്നൊക്കെയുള്ള ഒരു പടമില്ല. അത് ഈ പ്രശാന്ത് നേരത്തെ പറഞ്ഞ പോലെ കൃത്യം ഇലക്ഷൻ ആകുമ്പോഴാണ് ഈ പരിപാടിയായിട്ട് ഇറങ്ങുന്നത്. നമ്മൾ എയിംസിന്റെ പേര് പറഞ്ഞാൽ ജനങ്ങളുടെ വോട്ട് കിട്ടുമോ?
അല്ല ജനങ്ങൾ ഇപ്പം നമുക്ക് വോട്ട് കിട്ടണം ഈ സാധനം ഒരു കല്ലിട്ടാലെങ്കിൽ വോട്ട് കിട്ടും. ഇതിങ്ങനെ ഈ കുറെ കാലങ്ങളെ എയറിൽ നിൽക്കുന്നുണ്ട് ആളുകൾ. പൊതുജനാരോഗ്യ രംഗത്ത് ഇപ്പം നമ്മൾ എന്തിനാ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് അനുവദിച്ചിരിക്കുന്ന സംസ്ഥാനം, അത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടമായിട്ടാണ് രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ നമ്പർ 1 ഹെൽത്തിൽ നമ്മുടെ മന്ത്രി പറഞ്ഞു. പക്ഷേ വേറെ പ്രശ്നമുണ്ട്, ബോർഡ് മാറ്റിയല്ല യഥാർത്ഥത്തിൽ ജനറൽ ആശുപത്രിയൊക്കെയാണ് മെഡിക്കൽ കോളേജ് ആക്കിയത്. അടിസ്ഥാന സൗകര്യം വിപുലപ്പെടുത്തില്ല. ഇപ്പം പ്രശാന്ത് പറഞ്ഞല്ലോ മധുര എയിംസ് ആണ് നമുക്ക് കൂടി അടുത്തുള്ള സ്ഥലമാണ് മധുരയിൽ. അപ്പം മധുര എയിംസ് അനുവദിക്കപ്പെട്ടു. ഇത്രയും കാലമായി അവിടെ എല്ലാ സൗകര്യങ്ങളുമായിട്ടില്ല. അവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാ ചികിത്സയ്ക്കൊക്കെ സൗകര്യമായ രീതിയിലുള്ള കെട്ടിടങ്ങളും ഒന്നും നടന്നിട്ടില്ല. ഇപ്പം എയിംസ് കേരളത്തിന് വരികയാണെങ്കിൽ അത് തിരുവനന്തപുരത്ത് വന്നാൽ കേരളത്തിനും ഗുണപ്രദമാകും. ഇപ്പം തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിലെ 3 ജില്ലകളുണ്ട്, കന്യാകുമാരി, തിരുനെൽവേലി. കാസർഗോഡുകാർ പറയുന്നതും കോഴിക്കോട് വരണമെന്ന് പറയുന്നവരും പറയുന്ന വാദം തമിഴ്നാട്ടിനും കേരളത്തിനും കർണാടകയ്ക്കും സൗകര്യമാണെന്നാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പം അത്രയും വിപുലമായ ക്യാമ്പസ് സൗകര്യം വേണം. അപ്പം നമ്മൾ കോഴിക്കോട് ഞാൻ നേരത്തെ പറയായിരുന്നു ഉണ്ണിയടുത്തൊക്കെ IIM-ലൊക്കെ ഞങ്ങൾ കോഴിക്കോടൊക്കെ ഉള്ള IIM-ലെ പരിപാടികൾക്ക് പോയിരുന്നു. ആ IIM-ലെ ക്യാമ്പസിൽ കയറി തന്നെ കിലോമീറ്ററുകളാണ് കിടക്കുന്നത്. അപ്പോൾ അത്രയും സ്ഥല സൗകര്യമൊക്കെ ഉള്ള മെച്ചപ്പെട്ട നല്ല ക്ലൈമറ്റൊക്കെ ഉള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അത് സംസ്ഥാനമാണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത്. മാത്രമല്ല ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും വിളിച്ച് സർവകക്ഷി യോഗം വിളിച്ചിട്ട് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ഇപ്പോൾ കേന്ദ്രം അനുവദിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് അവരൊരു സ്ഥലം ഐഡന്റിഫൈ ചെയ്യും, അവിടെ മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ, അല്ല അവിടെ മാത്രമേ അനുവദിക്കപ്പെടുള്ളൂ. അതിൽ സംസ്ഥാനത്തിന്റെ ഒരു പ്രിഫറൻസ് ചോദിക്കുക. അല്ല സംസ്ഥാനം കിനാലൂരാണ് കണ്ടെത്തിയത്. അതെ അവിടെ കിനാലൂര് ഞാൻ കണ്ടിട്ടുണ്ട് ആ സ്ഥലം. അത് മനോഹരമായ സ്ഥലമാണ്, സഹ്യവ്രതത്തിന്റെ താഴ്വാരമാണ്, ഒരു നല്ല ക്ലൈമറ്റ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അനുവദിക്കാൻ സുരേഷ് ഗോപി സമ്മതിക്കില്ല. ഇല്ല, ആലപ്പുഴയ്ക്ക് പുറത്തൊരിടത്ത് എനിക്ക് മനസ്സിലാകാത്തത് ഈ പിന്നെ സുരേഷ് ഗോപി എന്തിനാ ആലപ്പുഴ എന്നുള്ള ഒരു വൈകാരികമായ എലമെന്റ് ഒരാൾക്കും ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. സുരേഷ് ഗോപിക്ക് ആകെ ആലപ്പുഴയുമായിട്ടുള്ള ബന്ധം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മാതാവിന്റെ വീട് ആലപ്പുഴയാണ്. അദ്ദേഹം ജനിച്ചു വളർന്ന ആലപ്പുഴ കുട്ടനാട്ടിലെ തറവാട്ടിലാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ബന്ധം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എയിംസ് ഒക്കെ സ്ഥാപിക്കുന്ന അങ്ങനെ ഒരു വൈകാരികമായ ബന്ധത്തിന്റെ പേരിലൊന്നുമല്ല. എന്തായാലും ആളുകൾക്ക് പരമാവധി പ്രയോജനപ്പെടുന്ന നിലയിൽ ഓരോ ജില്ലക്കാർക്കും അവരുടെ ആഗ്രഹം ഉണ്ടാവും അല്ലേ? അതൊക്കെ സ്വാഭാവികമാണ്, അതിലൊന്നും ആരും കുറ്റം പറയുന്നില്ല. പക്ഷെ സർക്കാരുകളാണ് ഔദ്യോഗികമായിട്ടാണ് അത് തീരുമാനിക്കേണ്ടത്. 100-1000 പേർക്ക് ഉപകാരപ്പെടുന്ന സ്ഥലത്താണോ, 100 പേർക്ക് ഉപകാരപ്പെടുന്ന സ്ഥലത്താണെങ്കിൽ 1000 പേർക്ക് ഉപകാരപ്പെടുന്ന സ്ഥലത്താണ്. അപ്പോൾ 1000 പേർക്കല്ല, നമ്മുടെ സ്റ്റേറ്റിന് മൊത്തം ഗുണമാണ്. എയിംസ് ആണ് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരെണ്ണേ കിട്ടും. അങ്ങനെയൊക്കെയാണ് എറണാകുളം തൃശ്ശൂർ നോക്കണല്ലേ? ആയിക്കോട്ടെ, അല്ല ഒരു കുഴപ്പമില്ല. കേരളത്തിന് എയിംസ് കിട്ടണത് കേരളത്തിന് കിട്ടിയാൽ ശരി. അപ്പൊ എന്തായാലും കേരളത്തിൽ വരട്ടെ. ഇതിപ്പോ ഒരു കല്ലെങ്കിലും ഇട്ടൊന്ന് ഇത്തിരി സിമെന്റൊക്കെ ഇട്ടൊന്ന് പണി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വരുന്നെങ്കിലും നമുക്ക് ഉറപ്പുണ്ട്. പകരം ഇതിങ്ങനെ എയറിൽ നിൽക്കുകയാണ് എയിംസ്, അതിങ്ങനെ താഴേക്ക് വീണിട്ടില്ല. അപ്പോൾ വീഴുമ്പോൾ ഉചിതമായ സ്ഥലത്ത് വന്ന് പതിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.